എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഈയിടെ ജനം ടി വിയിൽ റൈറ്റ് സൈഡ് എന്ന ചർച്ചയിൽ പാസ്റ്റർമാരെ കുറിച്ചൊരു പരാമർശം ഉണ്ടായിരുന്നു. പാസ്റ്റർമാരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റണമെന്ന് ചിലർ എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു 90-കൾ മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. ആളുകൾ അതൊക്കെ മറന്നതാണ്. അതായത് ഒരു 90-കൾ മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ യുവമാര് വീടുകളിൽ കയറിയിട്ട് ഭഗവത്ഗീത എടുത്ത് എറിയുക, രാമായണം എടുത്ത് എറിയുക, അതിനുശേഷം സുവിശേഷം കൊണ്ട് അവിടെ വെക്കുക. അപ്പം യുവമാർ ഈ കലാപരിപാടി നടത്തുന്ന സമയത്താണ് നമ്മുടെ സ്വാമി സത്യാനന്ദ സരസ്വതിയെ പോലുള്ള ആൾക്കാർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴത്തേന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് പോകുന്നവരൊക്കെ പാസ്റ്റർമാരെ കൈകാര്യം ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. ഒരു പാസ്റ്ററിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന സംഘടനാ സംവിധാനം ഒന്നും അല്ല ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുള്ള. ഈ പാസ്റ്റർമാര് എല്ലാ കാലത്തും പ്രശ്നക്കാരാണ്. ഇവരെ ഒരു കാലത്ത് നാട്ടുകാർ കൈകാര്യം ചെയ്ത് തുടങ്ങിയത്. അപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ യുവമാര് വീടുകളിൽ കയറിയിട്ട് ഭഗവത്ഗീത എടുത്ത് എറിയുക, രാമായണം എടുത്ത് എറിയുക, അതിനുശേഷം സുവിശേഷം കൊണ്ട് അവിടെ വെക്കുക. അപ്പം യുവമാർ ഈ കലാപരിപാടി നടത്തുന്ന സമയത്താണ് നമ്മുടെ സ്വാമി സത്യാനന്ദ സരസ്വതിയെ പോലുള്ള ആൾക്കാർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴത്തേന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് പോകുന്നവരൊക്കെ പാസ്റ്റർമാരെ കൈകാര്യം ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. ഒരു പാസ്റ്ററിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന സംഘടനാ സംവിധാനം ഒന്നും അല്ല ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനക്കാരായപ്പം വീണ്ടും ആളുകൾ അതൊക്കെ. പാസ്റ്റർമാരെ കുറിച്ച് ചില മിനിറ്റുകൾ പറയാതെ പോയാൽ പലർക്കും ആ തെറ്റിദ്ധാരണ നിലനിൽക്കും. അതുകൊണ്ട് ആ ധാരണ തിരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഈ വീഡിയോ ഇവിടെ ചെയ്യുകയാണ്. പാസ്റ്റർ എന്ന ലത്തീൻ പദത്തിന് അർത്ഥം പരിപാലകൻ, ഇടയൻ, സംരക്ഷകൻ എന്നൊക്കെയാണ്. അംഗീകരിക്കപ്പെട്ട പെന്തക്കോസ്ത് സഭകളിൽ കാണുന്നവരൊക്കെ പിടിച്ച് പാസ്റ്റർമാരാക്കുന്ന ഒരു രീതി നിലവിലില്ല. അംഗീകൃത ബൈബിൾ സെമിനാരികളിൽ 3-4 വർഷത്തെ അഭ്യസനം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷയും സ്വഭാവവും ജീവിതം കൊള്ളാമെന്ന് കൗൺസിലിന് ബോധ്യമായാൽ മാത്രമാണ് പാസ്റ്റർമാരായി നിയമനം കൊടുക്കുക. പഠന കാലയളവിൽ വിവിധ മതങ്ങളെപ്പറ്റിയും മതഗ്രന്ഥങ്ങളെപ്പറ്റിയും അതിനെ ബഹുമാനിക്കുന്നതിനെ പറ്റിയൊക്കെയും പഠിപ്പിച്ചിരിക്കും. പുണ്യഗ്രന്ഥങ്ങളെയും ബഹുമാനിക്കുന്ന കാര്യങ്ങളും പഠിച്ചിരിക്കും. രാമായണം ഹിന്ദു ഇതിഹാസങ്ങളിൽ വിശിഷ്ട ഗ്രന്ഥവും വാൽമീകി മഹർഷി രചിക്കപ്പെട്ടതുമാണ്. ശ്രീരാമൻ്റെ ജീവിതം, ധർമ്മനിഷ്ഠ, കുടുംബ ബന്ധങ്ങൾ, രാജധർമ്മം എന്നിവയാണ് രാമായണത്തിലെ പ്രധാന പ്രമേയം. ദൈവം മനുഷ്യനായി ജീവിക്കുന്ന മാതൃകയും ധാർമ്മിക ജീവിതവും രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാഭാരതത്തിലെ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും അടങ്ങിയ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഭഗവത്ഗീത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർമ്മം, ഭക്തി, ജ്ഞാനം, ആത്മാവ്, ധർമ്മം, വേഷം എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയിലെ പ്രധാന ഉള്ളടക്കം. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളവരാണ് പാസ്റ്റർമാർ. അതുകൊണ്ട് ഒരു പാസ്റ്ററും രാമായണത്തെയോ ഭഗവത്ഗീതയോ ഖുറാനെയോ ഒന്നും ബഹുമാനിക്കാതിരിക്കില്ല. ആ ഗ്രന്ഥങ്ങൾക്ക് ശരിയായ മാന്യത കൊടുത്തിരിക്കും. അതിന് ഒരു കാരണവശാലും ആരുടെയും മതഗ്രന്ഥങ്ങളെ നിന്ദിക്കുന്നവരല്ല പാസ്റ്റർമാരെന്നുള്ള കാര്യം ഈ തരുണത്തിൽ നിങ്ങൾ ഓർക്കുക. 1990-ൽ നടന്ന സംഭവമായിട്ടാണ് ചർച്ച നയിക്കുന്ന വ്യക്തി പറയുന്നത്. എന്താണാവോ ഇത്രയും കാലം ഒരു നടപടിയും എടുക്കാതിരുന്നതോ? ഇനി അഥവാ ഏതെങ്കിലും വിവരദോഷികൾ അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ, ഇവിടെ നിയമവും പോലീസും കോടതിയുമുണ്ട്. നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം. മതസ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ളതാണ്. സ്വന്തം മതവിശ്വാസങ്ങൾ പാലിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയാണത്. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും അത് ബാധകവുമാണ്. യേശുക്രിസ്തു ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ ആരെയും വിശ്വസിപ്പിച്ചില്ല, ആരെയും നിർബന്ധിച്ചിട്ടുമില്ല. യേശുക്രിസ്തു സത്യം പ്രസംഗിച്ചു. അത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ജനമാണ് തീരുമാനിച്ചത്. ഇന്നും അതുതന്നെയാണ് ക്രിസ്തീയ സഭകളുടെ രീതിയും. അതായത് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. അറിവിൽ ഒരു പാസ്റ്ററും കടാരയും വടിവാളും കുന്തവുമായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ വീടോ ആരാധനാലയങ്ങളോ ഈ നിയമപാലകർക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. യേശു ക്രിസ്തുവിന് ഗെത്സമനയിൽ വെച്ച് പടയാളികൾ പിടിച്ചപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ വാളൂരി മഹാപുരോഹിതൻ ദാസനെ വെട്ടി. യേശു അവരോട് വാളുറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിക്കും. മത്തായിയുടെ സൂചന 26-51-52 വാക്യങ്ങളാണ്. ഇന്നും ക്രിസ്തു ശിഷ്യന്മാർ ആരും വാളെടുക്കാറില്ല. ഞങ്ങളുടെ മാർഗം സമാധാനത്തിൻ്റെ മാർഗമാകുന്നു. അക്രമം കാണിക്കുന്നവരെ ആരെയും ഞങ്ങൾ സംരക്ഷിക്കുകയുമില്ല. നിയമത്തിൻ്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിരിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു എങ്കിൽ ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക.